സ്വപ്നം പോലവൾ. രചന ഇഷാനി നവദേശ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. വാലറ്റിൽ നിന്നും പുറത്തേക്ക് നീങ്ങി നിൽക്കുന്ന ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവൾ കയ്യിലേക്ക് എടുത്തു. അതിലേക്ക് ഉറ്റുനോക്കി. കണ്ണുകൾ നിറയുന്നു. നെഞ്ചിലൊരു നീറ്റ്, അകാരണമായൊരു ഭയവും. പയ്യാതെ മാറി ദേഷ്യവും ആ മനസ്സിൽ രൂപം കണ്ടു. ജനനി, നീ ഇത് എന്ത് നോക്കിക്ക? മോളുടെ മരുന്നെടുത്ത് ഇങ്ങോട്ട്. അവന്റെ ശബ്ദമുയർന്നു. അവളൊന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ബെഡിൽ മോൾക്കൊപ്പം ഇരിക്കുകയാണവൻ. മോൾ എന്തൊക്കെയോ പറയുന്ന കേട്ട് ചിരിക്കുന്നുണ്ട്. അവൾ വീണ്ടും കയ്യിലിരിക്കുന്ന ഫോട്ടോയിലേക്ക് നോട്ടമെറിഞ്ഞു. കുഞ്ഞുങ്ങളെപ്പോലെ മുഖമുള്ളവൾ. അത്രയും വാത്സല്യവും ഐശ്വര്യവും നിറഞ്ഞ മുഖം, കുഞ്ഞിക്കണ്ണുകൾ, മാനിന്റെ കണ്ണുപോലെ വിടർന്ന്, നിറയെ പീലികളും നീണ്ട കുഞ്ഞു മൂക്കും. കുഞ്ഞി വെള്ളക്കല്ല് വെച്ചൊരു മൂക്കുത്തി അതിന് ഭംഗി കൂട്ടിയിരിക്കുന്നു. കട്ടിയേറിയ പുരികങ്ങൾ, അതിന് നടുക്കായി ഒരു കുഞ്ഞു കറുപ്പ് പൊട്ടും, മേലെ ചന്ദനവും. ജനനി ആ ചിരിയിലേക്ക് ഉറ്റുനോക്കി. എന്തു ഭംഗിയാണ്! ചിരിക്കുമ്പോൾ പാതി കാണുന്ന നിരയൊത്ത പല്ലുകളും ചിരിയോടൊപ്പം ആ കണ്ണുകളും തിളങ്ങുന്ന പോലെ തോന്നുന്നു. സ്വബോധം വന്ന പോലെ അവളിൽ ദേഷ്യം ഇരച്ചു കയറി. വെട്ടിത്തിരിഞ്ഞവൾ അവനടുത്തേക്ക് നടന്നു. ബെഡിലേക്ക് ആ ഫോട്ടോ എറിഞ്ഞിട്ട് അവനെ സൂക്ഷിച്ച് നോക്കി. എന്തോ വന്ന് വീണതും അവനും കുഞ്ഞ് ഒരുപോലെ അതിലേക്ക് നോക്കുന്നുണ്ട്. അവനിലൊരു ഞെട്ടൽ കാണി അവളുടെ ദേഷ്യം വീണ്ടും കൂടി. കുഞ്ഞ് കൗതുകത്തോടെ ആ ഫോട്ടോ എടുത്ത് അതിലേക്ക് കണ്ണുവിടർത്തി നോക്കി. അവൻ മുന്നിൽ നിൽക്കുന്നവളെ മുഖമുയർത്തി നോക്കി. ജനനി അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആരാത്? എന്തിനാ അവളുടെ ഫോട്ടോ നിന്റെ വാലറ്റിൽ? അതിൽ വെക്കാൻ മാത്രം എന്തു ബന്ധാ നീ ഇവള് തമ്മിലുള്ള? ജനനി തന്നെ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അവൻ ഉറ്റുനോക്കി. അവനൊന്നും മിണ്ടിയില്ല. കുഞ്ഞിനെ നോക്കിയിരുന്നു. അവളുടെ ചേഷ്ടകൾ വീക്ഷിച്ചു. കുഞ്ഞാ ഫോട്ടോ എടുത്ത് വിടർന്ന കണ്ണോടെ നോക്കിയിരിക്കുന്ന കാണെ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ആൻസർ മീ ആദം! ജനനി ക്ഷമ നശിച്ചുകൊണ്ട് അലറി. കുഞ്ഞ് ഞെട്ടിയതും അവൻ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് ജന്നിയെ നോക്കി. സ്റ്റോപ്പ് ഇറ്റ് ജന്നി, മോളിരിക്കുന്നുണ്ടില്ലേ? അപ്പോഴാണ് ഈ വക ചോദ്യം. അവൻ ശാന്തതയോടെയാണ് പറഞ്ഞതെങ്കിലും അതിലൊരു ആജ്ഞാപനം ഉണ്ടായിരുന്നു. വാവ്, കൊള്ളാം! അവളും കൂടെ അറിയട്ടെ അവിടെ സ്നേഹനിധിയായ പപ്പയുടെ സ്വഭാവം. ജനിനി അവനെ പുച്ഛിച്ചു. പപ്പ, ആരാ പപ്പ ഈ ആന്റി? എന്ത് സുന്ദരിയാ! നോക്ക്, കണ്ണൊക്കെ നിറയെ പീലി. വാവ്, എന്തൊരു ക്യൂട്ടാ! കുഞ്ഞുവാവേനെ പോലെ. മോൾ ആ ചിത്രത്തിലേക്ക് നോക്കി അവനോട് പറയും. അവൻ ചിരിയോടെ മോളുടെ തലയിൽ തലോടി. ആണോ? സുന്ദരിയാണോ ഈ കുഞ്ഞ്? അവൻ ആ ഫോട്ടോയിലേക്ക് കൈ ചൂണ്ടി കുഞ്ഞിനോട് ചോദിച്ചു. നല്ല സുന്ദരി. മോളുടെ ഉത്തരം കേൾക്ക് ജന്നിക്ക് സമനിലേറ്റും പോലെ തോന്നി. അവൾ അവനെ ദേഷ്യത്തിൽ നോക്കി. പറയാൻ പറഞ്ഞില്ലേ ആദം, ആരാണ് ഇവള്? എന്തായാലും കുടുംബത്തിൽ പറഞ്ഞ നല്ലവളല്ല. ആണെങ്കിൽ ഒന്ന് കെട്ടി കുഞ്ഞായതിനെ അവൾ വളക്കില്ല. ജനനി വെറുപ്പോടെ പറഞ്ഞു. ആദം അവളെ ദേഷ്യത്തിൽ നോക്കി. സ്റ്റോപ്പ് ജന്നി! ഒരിക്കൽ കൂടി നീ അങ്ങനെ പറഞ്ഞാ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്ന എനിക്ക് തന്നെ അറിയില്ല. ആദം അലറുകയായിരുന്നു. പെട്ടെന്നുള്ള അവന്റെ ഭാവമാറ്റം കണ്ട് മോളും ജന്നി ഒരുപോലെ പേടിച്ചു. പപ്പേ! മോള് വിളിക്ക്. അവൻ കുഞ്ഞിനെടുത്ത് നെറ്റിയിലൊന്ന് മുത്തി. കണ്ണ് ചിമ്മിയതും അവൾ പുഞ്ചിരിയോട് അവന്റെ കവിളിൽ മുത്തി. എന്നാൽ ജന്നിക്ക് അവന്റെ ആ മാറ്റം കണ്ട് ദേഷ്യം കൂടുകയാണ് ചെയ്ത്. ഏതോ ഒരുത്തിക്ക് വേണ്ടിയാണ് ആദം ഇപ്പോൾ തന്നോട് ദേഷ്യപ്പെടുന്നെന്ന് ഓർക്കെ അവളുടെ വാശി കൂടി. ഓഹോ, ഏതവൾക്കോ വേണ്ടി നീ എന്നെ വരെ വേണ്ടി നോക്കൂ ആദം? അതിന് മാത്രം ആരെ ഈ ഉരുമ്പട്ടവള്? ജനനി ദേഷ്യത്തോടെ ചീറിയതും സമനില തെറ്റിയ പോലെ ആന്ന് കുഞ്ഞിനെ ബെഡിലെത്തി അവൾക്ക് നേരെ എഴുന്നേൽക്കാൻ പോയതും എന്തോ ഉടഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് ഇരുവരും ഒരുപോലെ ഡോറിനടുത്തേക്ക് നോക്കി. കണ്ണും മുഖവും ചുവന്ന് ദേഷ്യത്തിൽ ജന്നിയെ നോക്കി വാതിൽക്കൽ നിൽക്കുന്ന തേജിനെ കാണാൻ ആദം അവനെ തന്നെ നോക്കി. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. തേജ് അതേ മുഖഭാവത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നു. ജന്നി, ഞാൻ നിന്നെ കുറ്റം പറയില്ല. ഭർത്താവിന്റെ പേഴ്സിൽ നിന്ന് തന്നെ ഇല്ലാത്ത വേറെ പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടാ എല്ലാ ഭാര്യമാരും ചോദിക്കുമ്പോൾ നീയും ചോദിച്ചുള്ളൂ. പക്ഷെ കാര്യറിയാ നീ കിടന്ന് പറയുന്ന വാക്കുകളുണ്ടല്ലോ, അത് വേണ്ട കേട്ടോ. വെറുതെ പോലും അവൾ ആരും ഒന്നും പറയുന്ന എനിക്ക് സഹിക്കില്ല. പച്ചക്ക് കൊളുത്തു ഞാൻ. അതിപ്പോ സ്വന്തം പെങ്ങളായ പോലും പറഞ്ഞേക്കാം. തേജ് മുരളും പോലെ പറയെ ജനിനി പേടിച്ചുകൊണ്ട് അവനെ നോക്കി. തന്റെ സ്വന്തം ഏട്ടനാണ്, എന്നിട്ടും ഇങ്ങനെ അവൾക്ക് വേണ്ടി തന്നോട് പറയുന്നവർക്ക് ജന്നിക്ക് ദേഷ്യവും സങ്കടവും അവളോട് വെറുപ്പും തോന്നി. ഏട്ടനും അവൾക്ക് വേണ്ടി എന്നെ പറയുകയാണോ? അതിന് മാത്രം ആരാ അവള്? നിങ്ങൾ രണ്ടാളെയും വശീകരിച്ച് വെച്ചിരിക്കുകയാണോ? ജനനിയുടെ വാക്കുകൾ തീച്ചുള്ള പോലെ ആദമിന്റെയും തേജിന്റെയും ഉള്ളിൽ തറഞ്ഞു കയറി. ജനനി, നിർത്തിക്കോ. വെറുതെ അവളെ പറ്റി ഓരോന്ന് പറയണ്ട. നല്ലതിനാവില്ല നിനക്കത്. ആദം അവളെ നോക്കി ചുവന്ന മുഖത്തോടെ പറഞ്ഞു. എന്നാ പറയും, എനിക്കറിയണം ആരാ ഇവളെന്ന്. എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ജന്നി വിടാൻ ഒരുക്കമല്ലായിരുന്നു. പറയേട്ടാ, അവൾ തേജിനെ നോക്കി ഇടറിയ സ്വരത്തോടെ ചോദിച്ചു. പറയാൻ ജന്നി. തേജ് അവളെ നോക്കിയ ശേഷം ബെഡിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കി. ഇഷമോളെ, എന്തെടുക്കുക? കുഞ്ഞിന്റെ പകച്ചുകൊണ്ടുള്ള ഇരിപ്പ് കണ്ടവൻ അവളെ കൊഞ്ചിക്കും പോലെ ചോദിച്ചു. മാമ നോക്കിയ ആന്റിനെ സുന്ദരിയല്ലേ?
മോൾ ആ ഫോട്ടോ തേജിന് നേരെ നീട്ടിയതും അവൻ ആ ഫോട്ടോയിലേക്ക് കണ്ണു നട്ടു. സുന്ദരിയാ. തേജ് അതിലേക്ക് നോക്കി പറയെ ജനനി മുഷ്ടിയുരുട്ടി. മോള് ബെഡിലിരുന്ന് കളിക്കാൻ തുടങ്ങിയതും തേജ് ജന്നിയെയും ആദമിനെയും മാറി മാറി നോക്കി. അവള് നിന്നോളറിഞ്ഞതായി ആരുമില്ല തേജ്. ആദം പതിയെ നിറഞ്ഞു വന്ന കണ്ണുകളോടെ അവനെ നോക്കി പറഞ്ഞു. അവനോട് പറയാൻ കൂടെയുള്ള ഒരു ഉത്തരവായിരുന്നത്. ജനനി അത്ഭുതത്തോടെ ഇരുവരെയും നോക്കി. ആദ്യമായിട്ടാണ് ഇരുവരുടെയും കണ്ണുകൾ നിറയുന്ന കാണുന്നത്. പ്രഗ്നൻസി വേദനയിൽ താൻ പൊളഞ്ഞു കരഞ്ഞപ്പോൾ പോലും ആഗ്രഹിച്ചു പോയിരുന്നു ആദമിൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു കാണാൻ. അപ്പോൾ പോലും ആ കണ്ണ് നിറഞ്ഞിട്ടില്ല. പിന്നെന്താ ഇപ്പോൾ? അതും ആ പേര് പറയുമ്പോൾ പോലും എന്തിന് കണ്ണ് നിറയുന്നു? അതിനു മാത്രം എന്ത് ബന്ധമാണുള്ളത്? ആരാണവൾ? പല പല ചിന്തകൾ അവളിലൂടെ ഓടിക്കൊണ്ടിരുന്നു. ആദം കുഞ്ഞിനെ നോക്കി ബെഡിലായിരുന്നു. കുറച്ച് നീങ്ങി പുറത്തേക്ക് നോക്കി തേജ്. അവന് പുറകിലെല്ലാം കേൾക്കണമെന്ന പോലെ ജനനിയിൽ നിന്നു. നിനക്കെന്താ അറിയേണ്ട ജന്നി? തേജിന്റെ ചോദ്യം വന്നു. ജന്നി കണ്ണുകൾ ഇറുക്കിയടച്ച് തുറന്നു. ആരാ അവള്? അവൾ തന്റെ ദേഷ്യം അടക്കിക്കൊണ്ട് ചോദിച്ചു. 2 നിമിഷം തേജൊന്നും മിണ്ടാൻ നിന്നു. പിന്നെ ഒന്ന് എടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, ഇഷാനി ദേവവർമ്മ. ആ പേര് കേട്ടതും ആദം കണ്ണുകൾ ചേർത്തടച്ച് ബെഡ് റെസ്റ്റിലേക്ക് ചാരി. തേജും കണ്ണടച്ചു പോയി. ജനനി വിറച്ചുപോയി. അവളുടെ നെഞ്ചിരിപ്പ് കൂടി. തലക്കകത്തൊരു മൂളക്കം പോലെ. അതെ, തൻ്റെ കുഞ്ഞിൻ്റെ പേര് ഇഷാനി ദേവ. അപ്പം ആ പേര് പോലും അവൾക്ക് വേണ്ടിയാണോ? ജനനിക്ക് ശ്വാസം മുട്ടും പോലെ തോന്നി. അവൾ പകപ്പോടെ മോളെ നോക്കി. അത് മനസ്സിലാക്കിയ പോലെ തേജ് കണ്ണു തുറന്ന് അവളെ നോക്കി വീണ്ടും തിരിഞ്ഞു. നീ ചിന്തിക്കുന്ന മോളുടെ പേരല്ലേ? തേജ് ചോദിക്കെ ജനനി പകപ്പോടെ അവനെ നോക്കി. അവളൊന്ന് മൂളിയതേ ഉള്ളൂ. അതെ, ആ പേര് പോലും അവൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇട്ടത്, എൻ്റെ ദേവക്ക് വേണ്ടി. തേജിന്റെ വാക്കുകൾ കേൾക്കെ ജനനി മനസ്സിലാവാതെ അവനെ നോക്കി. അവൾ സംശയത്തോടെ ചോദിച്ചു, അതെ, എൻ്റെ ദേവ, ആദമിൻ്റെ ശീം. തേജിന്റെ വാക്കുകൾ അവളെ ചുട്ടുപൊള്ളിക്കും പോലെ തോന്നി. അവൾ തേജിൽ നിന്ന് നോട്ടം മാറ്റി ആദമിനെ നോക്കി. കണ്ണടച്ചിരിക്കുകയാണ് അവൻ ഈ ലോകത്തെ അല്ലെന്ന് തോന്നി അവൾക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, തെളിച്ച് പറയുന്നുണ്ടോ? ജനനി ദേഷ്യത്തിൽ ചോദിച്ചു. പ്ലീസ് ജന്നി, ദേവിയെക്കുറിച്ച് കേൾക്കുമ്പോൾ സമാധാനത്തോടെ കേൾക്കാൻ പറ്റുമെങ്കിൽ മാത്രം കേട്ടാൽ മതി. തേജിന്റെ വാക്കിലെ ഘനം അവൾ തിരിച്ചറിഞ്ഞു. അവൾ ആഞ്ഞു ശ്വാസമെടുത്ത് അവനെ നോക്കി. പറയൂ. കെഞ്ചും പോലെയായിരുന്നു അവളുടെ ശബ്ദം. തേജിന്റെയും ആദമിന്റെയും ഓർമ്മയിൽ ഒരുവളുടെ മുഖം സ്വപ്നം പോലെ തെളിഞ്ഞു വന്നു. ചിരിയോടെ വരാന്തയിലൂടെ ഓടിമറയുന്ന രൂപം. അവന്റെ ഓർമ്മകൾ ആ ദിവസത്തേക്ക് ഓടിയെടുത്തു. ആദം വാ, ഫസ്റ്റിലുള്ള പിള്ളേർ വന്നോണ്ട് ആ പ്രിൻസിപ്പൾ അച്ഛൻ വരുന്നതിന് പിന്നെ രണ്ടെണ്ണത്തിനെങ്കിലും കണ്ട് നല്ല പണി കൊടുക്കാം. തേജ് ആവേശത്തോടെ പറയും. കൂടെയുള്ളവർ ചിരിയോടെ എഴുന്നേറ്റു. തേജ്, നിന്റെ പെങ്ങളിപ്പോ എവിടെയാ? കൂടെ നടന്നുകൊണ്ട് അശ്വതി ചോദിക്കേ തേജ് അവളെ നോക്കി. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴാണ്ടി ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്. അവൻ മുഖം കൂർപ്പിച്ച് പറയവേ എല്ലാവരും ചിരിച്ചു. അവൾ കാനഡയിലാണ്ടി. അവൻ ചിരിയോടെ പറയെ അവൾ തലയാട്ടി. എല്ലാവരും കൂടെ കോറിഡോറിലൂടെ മുന്നോട്ട് നടന്നു. ഇങ്ങോട്ട് പാടി. കോളേജിന്റെ ഗേറ്റിനോട് കുറച്ച് നീങ്ങിയുള്ള വാഗമരത്തിന്റെ ചോട്ടിൽ നിന്ന് മുന്നിലൂടെ പോയൊരു പെണ്ണിനെ അരുൺ വിളിച്ചു. അവൾ മുന്നോട്ട് വരെ എല്ലാവരും അവൾ നോക്കി. ഇതെന്താടാ, ഏഷ്യൻ പെയിന്റിൽ മുങ്ങിയതാണോ? തേജ് ആദമിന്റെ ചെവിയിൽ ചോദിക്കെ അവൻ ചിരിച്ചുകൊണ്ട് തേജിനെ നോക്കി. എന്താ നിന്റെ പേര്? പ്രിയ ചോദിക്കെ ആ പെൺകുട്ടി അവളെ നോക്കി. ഡെയ്സി ഗബ്രില. അവൾ പുച്ഛത്തോടെ അവരെ നോക്കി. എന്തൊട്ട്, ഗോറില്ലാന്നോ ചോദിക്കുക? ആ പെൺകുട്ടി അവനെ കടുപ്പിച്ച് നോക്കി. അതല്ലടാ, ഗർഭമില്ലെന്നാ കൊച്ചു പറഞ്ഞേ. അരുൺ കളിയാക്കിയതും എല്ലാവരും ചിരിച്ചു. നിങ്ങൾക്ക് ആരാ? അവൾ ദേഷ്യത്തോടെ ചീറി. എടാ, കൊച്ചിന് മലയാളം അറിയാട്ടോ, പേര് മാത്രമേ പഞ്ചുള്ളൂ. ആരും പറയെ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഇങ്ങോട്ട് വാ. അരുൺ അതിലെ നടന്നുപോയൊരു പെണ്ണിനെ വിളിച്ചതും അവളത് കേൾക്കാത്ത പോലെ മുന്നോട്ട് നടന്നു. മഞ്ഞക്കിളി, നിന്നെ! ആദം പെട്ടെന്ന് വിളിക്കെ അവൾ പിടിച്ചു കിട്ടിയ പോലെ നിന്നു. അഴിച്ചിട്ട കാർക്കൂന്തലാണല്ലോ, അരുൺ കളിയാക്കി അവരോട് പറഞ്ഞതും ആ പെൺകുട്ടി തിരിഞ്ഞ് ഒന്നിച്ചാണ്. ഒരു നിമിഷം എല്ലാവരും അവൾ നോക്കി നിന്നു. അളിയ, ഇതൊന്നും കാവില മാലാകയോ? അരുൺ വാവിളിച്ച് പറഞ്ഞു. നീ എന്താ പൊട്ട പറയണേ? പ്രിയ അവനെ നോക്കി ചോദിച്ചു. അല്ലടി, നോക്കി നീ, എന്തൊരു ഭംഗിയതിനെ കാണാൻ. അരുൺ അവളെ കണ്ണെടുക്കാതെ നോക്കി. ശരിയാ, ഒരു പാവക്കുട്ടിയെ പോലെയുണ്ട്. ആദം അവളെ നോക്കിക്കൊണ്ട് പറയെ തേജു അവളെ നോക്കി. കുഞ്ഞുവാവേനെ പോലെയുണ്ട്. തേജ് പറയെ ആദം ചിരിച്ചുപോയി. എടാ നോക്കടാ, നമ്മളെക്കാളും സൂപ്പറായിട്ട് ഇവളുമാർ വായി നോക്കുന്നു. അരുൺ പ്രിയയെയും അശ്വതിയെയും ചൂണ്ടി പറയെ അവരവനെ നോക്കി. പോടാ അവിടുന്ന്, നല്ല കുട്ടിയാ, അതാ നോക്കി. അവർ പറഞ്ഞതും ആ പെൺകുട്ടി അവിടെ അടുത്തേക്ക് നടന്നെത്തിയിരുന്നു. അവൾ അവരെ മാറി മാറി നോക്കി. നീ? അരുൺ എന്തോ പറയാമെന്നും അവൾ ചുറ്റും നോക്കി.
എന്നെ വിട്ടേര്, എന്നോടൊന്നും പറയണ്ട കേട്ടോ. അവൾ പെട്ടെന്ന് പറയും. അവർ പരസ്പരം നോക്കിക്കൊണ്ട് അവളെ നോക്കി. അതെന്താ? തേജ് അവളെ നോക്കി ചോദിച്ചു. അത് നിങ്ങൾക്ക് നല്ലതിനാവില്ല, അവൾ പറയും. ആദ്യം അവളെ നോക്കി. ഓഹോ, അങ്ങനെയാണോ? എങ്കിലും അതൊന്ന് കാണല്ലോ, ആദം പറയും. അവൾ ചുണ്ട് കൂർപ്പിച്ച് അവനെ നോക്കി. അതുകൊണ്ട് അവന് ചിരി വന്നെങ്കിലും അവൻ കടിച്ചു പിടിച്ച്. നിങ്ങൾക്ക് സൂര്യതേജിനെ അറിയോ? അവൾ പെട്ടെന്ന് ചോദിക്കെ. എല്ലാവരും ഞെട്ടി. ശേഷം തേജിനെ നോക്കി. അവനും ഞെട്ടി അവളെ നോക്കി നിൽപ്പാണ്. അറിയാമെങ്കിൽ? തേജ് അവളെ നോക്കി ചോദിച്ചു. ആ അറിയാലേ. അങ്ങയുടെ കയ്യിലിരിക്കുന്ന കിട്ടണ്ടെങ്കിലേ എന്നെ വിട്ടോ. അവൾ വലിയ കാര്യം പറയും പോലെ പറഞ്ഞു. എല്ലാവരും അവളെ നോക്കി ചിരി കടിച്ചു പിടിച്ചു. സൂര്യതേജസിന്റെ ആറായിട്ട് വരും? ആദം ചെറുചിരിയോടെ ചോദിച്ചു. തേജ് അവൾ എന്തു പറയുമെന്ന ആകാംക്ഷയിലാണ്. സൂര്യേട്ടൻ്റെ അനിയത്തിയാ, അവൾ വീറോടെ പറയും. തേജ് അവളെ നോക്കി നിന്നു. അയ്യോ ആണോ? എന്നാലേ മോള് പൊക്കോട്ടോ, അവൻ്റെ ഞാൻ കിട്ടണ്ട. ഞങ്ങൾ പിടിച്ച് വിരട്ടിന്നൊന്നും പറയല്ലേ, അവൻ കൊല്ലും. തേജ് പേടി അഭിനയിച്ച് പറഞ്ഞുകൊണ്ട് അവൾ തലയാട്ടി. എന്നാ പോട്ടെ, അവൾ ചോദിക്കെ. അവർ പോയിക്കോയും തലയാട്ടി. അവൾ രണ്ടടി വെച്ച ശേഷം തിരിഞ്ഞു നോക്കി. നിങ്ങളുടെ പേരെന്താ? ആദമിനെ നോക്കി ചോദിക്കെ. അവളെ നോക്കിയിരുന്ന അവൻ പയ്യെ ചിരിച്ചു. ആദം യുവാൻ, അവൻ പറഞ്ഞതും അവൾ കണ്ണെന്ന് വിളർത്തി. അടിപൊളി പേരാലോ, അവൾ പറഞ്ഞുകൊണ്ട് തേജിനെ നോക്കി. ഇങ്ങടെയോ? ആ ചോദ്യം ഇഷ്ടപ്പെട്ട പോലെ അവൻ അവൾ നോക്കി കുസൃതി ചിരിച്ചു. ഹ, അതെന്ത് പറച്ചിലാവച്ചേ, സ്വന്തം ചേട്ടന്റെ പേരറിയാണ്ട്? അരുൺ കളിയാക്കിയതും അവൾ മനസ്സിലാവാതെ അവനെ നോക്കി. പിന്നെന്തോ ഓർത്ത പോലെ ഞെട്ടി തേജിനെ നോക്കി. അവൻ അതേ ചിരിയോടെ അവളുടെ മുമ്പിലേക്ക് വന്ന് നിന്ന് കൈ നീട്ടി. സൂര്യതേജ് ശങ്കർ. അവൻ അവൾക്ക് കൈ കൊടുത്ത് പറയവേ കാറ്റഴിച്ചു വിട്ട ബലൂൺ കണക്കെ അവൾ അവനെ നോക്കി. പിന്നെ വളിച്ചൊരു ചിരിയും പാസാക്കി. എന്തേ, എന്റെ കുഞ്ഞിപ്പങ്ങൾ ഞെട്ടിയോ? അവൻ കളിയോടെ ചോദിക്കെ. അവൾ ചമ്മലോടെ ചുറ്റും നോക്കി. ബാക്കിയുള്ളവർ അവളുടെ അപ്പോഴത്തെ മുഖം കണ്ട് ചിരി കടിച്ചു പിടിച്ചു. ഒന്നു കൊച്ചേ, വല്ല ആവശ്യമുണ്ടായിരുന്നു? ഇവൻ ആകെ ഒരു പെങ്ങളേ ഉള്ളൂ, ജനനി ശങ്കർ. അവളങ്ങ് കാനഡയിലാണ്. എന്നിട്ടിപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പെങ്ങൾ വന്നേക്കുന്നു. അരുൺ കളിയാക്കി ചിരിക്കെ. അവൾ മുഖം താഴ്ത്തി. ആ കണ്ണുകൾ നിറയുന്ന ആദമും തേജും കണ്ടു. ഏയ് ഡോ, നോക്ക്, നീ എൻ്റെ അനിയത്തിയാണല്ലോ, നോക്കി. കരയാണോ? തേജ് അവിടെ കണ്ണുനീർ കണ്ട അസ്വസ്ഥതയിൽ പറഞ്ഞ് അവളെ നോക്കി. സോറി, ഞാൻ അറിയാതെ പേടിച്ചിട്ട് അങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഒന്നും ചെയ്യില്ലെന്ന് തോന്നി. സോറി, എന്നോട് ക്ഷമിക്കും. അവൾ പുറം കൈ കൊണ്ട് കണ്ണു തുടച്ചു. അയ്യേ, ഇതെന്താ KG കുട്ടിയോ? കരയാതെ കുഞ്ഞാ. തേജ് അവളെ ചേർത്ത് പിടിച്ചു. നോക്കിയേ, എല്ലാവരും കേട്ടോ, ഇതെന്റെ കുഞ്ഞാണ് കേട്ടോ. ഇനി എന്റെ കൊച്ചിനെ കരയിപ്പിച്ചാ. അവൻ അരുണിനെ നോക്കി പറയും. അരുൺ അവളെ നോക്കി ചിരിച്ചു. ഓ ശരി രാജാവേ, അവൻ കളിയായിക്കൊണ്ട് പറഞ്ഞു. ഇനി ആര് ചോദിച്ചാലും എൻ്റെ അനിയത്തിയാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. തേജ് അവളെ നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു. അവൾ കുഞ്ഞുകുട്ടിയെ പോലെ തലയാട്ടി. അല്ല, എങ്ങനെ ഇവന്റെ പേര് കിട്ടി? അശ്വതി അവളുടെ കണ്ണ് തുടച്ചുകൊണ്ട് ചോദിച്ചു. മറുപടിയായി അവളൊന്ന് വിളിച്ചു. അത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ മുടിഞ്ഞാടി. അപ്പൊ കേട്ടതാ സൂര്യതേജ് വരുന്നുണ്ടാ, ഓടിക്കോന്ന്. അവൾ ഇളിയോടെ തേജിനെ നോക്കി. അവൻ ചിരിച്ചുപോയി. ഞാൻ പൊക്കോട്ടെ, അവൾ ചോദിക്കെ. അവർ തലയാട്ടി. കുഞ്ഞാ, കുറച്ച് നീങ്ങിയും തേജ് വിളിക്കെ. അവൾ തിരിഞ്ഞു നോക്കി. പേര് പറഞ്ഞില്ലല്ലോ, അവൻ ചോദിക്കെ. അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. ഇഷാനി ദേവർമ്മ, അവൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കടന്നു. എന്താ പേരിന്റെ ഒരു എടുപ്പ്? അരുൺ പറയെ. അവൾ പോയ വഴി നോക്കിക്കൊണ്ട് തേജിനെ നോക്കി. കുറുമ്പി, തേജ് പറഞ്ഞുകൊണ്ട് ആദമിന്റെ അടുത്തേക്ക് വന്നു. ഫ്രീ ആയിട്ട് ഒരു പെങ്ങളെ കിട്ടിയല്ലേ? ആദം ചോദിക്കെ. അവൻ ചിരിച്ചു. വല്ലാത്തൊരു അടുപ്പം തോന്നുന്നുണ്ട്. മറ്റു രീതിയിലല്ല കേട്ടോ, ഒരു കുഞ്ഞിനെ പോലെ, ജനിയെ പോലെ. തേജ് അവൾ പോയ വഴി നോക്കി പറഞ്ഞു. കേൾക്കണ്ട, കുശുമ്പ് തലക്ക് പിടിച്ചാ നിന്റെ പെങ്ങള്. ഇതിനെടുത്തിട്ട് എറിയും, ആദം കളിയാക്കി പറയും. തേജ് ചിരിച്ചു. എങ്കിൽ അവിടെ കൈ ഞാൻ വിട്ടു, അല്ല പിന്നെ. തേജ് വാശിയോടെ പറയും. ആദം അത്ഭുതത്തോടെ അവനെ നോക്കി. തേജിന്റെ വാക്കിൽ ജനനി അസ്വസ്ഥയായി. അവൾ തേജിനെ തന്നെ ഉറ്റുനോക്കി. തന്നെയിലും വലുതാണ് അവളെന്ന ചിന്ത അവളെ മൂടി. തേജ് ജനിയെ നോക്കി. ജനനം കൊണ്ട് മാത്രമായിരുന്നു നീ എനിക്ക് പെങ്ങള്. എന്നോടൊന്ന് മര്യാദക്ക് സംസാരിച്ചിട്ടൂടെ ഇല്ലായിരുന്നു നീ. പക്ഷെ എൻ്റെ ദേവ അങ്ങനെ അല്ലായിരുന്നു. പിന്നീടുള്ള ഓരോ ദിവസവും അവൾ എൻ്റെ കുഞ്ഞായി മാറുകയായിരുന്നു. അവളോടുള്ള പോലെ വാത്സല്യം എനിക്ക് ഇന്നോളം ആരോടും തോന്നിയിട്ടില്ല. ഒരിക്കലും ഇനി തോന്നിയില്ല. ഞങ്ങൾക്കെല്ലാവർക്കും അവൾ പ്രിയപ്പെട്ടവളായിരുന്നു. പയ്യെ പയ്യെ കോളേജിൽ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ടവളായി മാറി ഇഷാനി. എല്ലാവർക്കും ഇഷാനി അറിയാം. എനിക്ക് അവൾ ദേവയായി മാറി. ആദ്യം മാത്രമേ അവൾ ഇഷ എന്ന് വിളിച്ചിട്ടുള്ളൂ. അവളുടെ പാട്ട് അത് കേൾക്കാൻ വേണ്ടി തന്നെ എല്ലാവരും കാത്തിരിക്കും. അവൾക്ക് ആദമിന് ഇഷ്ടമായിരുന്നു. എന്നോട് തന്നെയാണ് അവളത് ആദ്യം വന്ന് പറഞ്ഞത്. തേജ് പറയും. ജനനി കണ്ണുകൾ പിടപ്പിച്ചുകൊണ്ട് ആദമിനെ നോക്കി. അടഞ്ഞ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി ഇറങ്ങുന്നുണ്ട്. അവൻ ഓർത്തു അവൾ വന്ന് ഇഷ്ടം പറഞ്ഞ ആ ദിവസം. ഇച്ച
ലൈബ്രറിയിൽ ഇരിക്കെ തൻ്റെ മുമ്പിൽ വന്നിരുന്നവൾ വിളിച്ചതും ആദം മുഖമുയർത്തി നോക്കി. എന്താ അവൻ ചോദിക്കെ അവൾ വെറുതെ വിളിച്ചു കാണിച്ചു. അത് കണ്ടവൻ അവളെ കൂർപ്പിച്ച് നോക്കി. ഇച്ച എന്ത് ചെയ്യാ? അവൾ കൊഞ്ചിക്കൊണ്ട് ചോദിക്കെ ആദം പേജിന്റെ താള് മറിച്ചുകൊണ്ട് അവളെ നോക്കി. ഞാനോ? ഞാൻ തുണി അലക്കുക. എന്തേ? അവൻ പറഞ്ഞതും അവൾ ചുണ്ടൂർപ്പിച്ച് അവനെ നോക്കി. ഇച്ച അവൾ വിളിക്കെ അവൻ അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ബുക്ക് വായിക്കുന്ന എന്നോട് വന്നിട്ടാണോ എന്താ ചെയ്യണമെന്ന് ചോദിക്കുന്നത്? അവിടുന്ന് അവൾ എഴുന്നേറ്റ് പോകാൻ പോയതും അവൻ അവളുടെ കൈ പിടിച്ച് അടുത്തിരുത്തി. അവൾ മുഖം തിരിച്ചിരുന്നു. സല്ലാഭമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയാം നവനീത ചന്ദ്രനും സല്ലാഭമേറ്റുണർന്ന വാരിജങ്ങളും. അവൻ പയ്യെ അവളുടെ തോളുകൊണ്ട് തട്ടിക്കൊണ്ട് മൂളിയതും അവൾ ചിരിച്ചുപോയി. പയ്യെ ഈശ പിടിച്ച് പുറത്താക്കവര്. അവൻ ചുണ്ടത്തെ വിരൽ വെച്ച് പറയും. അവൾ ചുണ്ടിൽ വിരൽ വെച്ചിരുന്നു. അതുകൊണ്ട് അവനും ചിരിച്ചു. എവിടെ നിന്റെ പൊന്നാങ്ങളെ സൂര്യേട്ടൻ? ആദ്യം ചോദിക്കേ അവൾ അവനെ നോക്കി. ഏട്ടൻ ആരോ വിളിച്ചിട്ട് പോയേക്കുവാ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ ബുക്കിലേക്ക് എത്തി നോക്കി. നിനക്ക് അവർ ക്ലാസ്സില്ലേ? ആദം ബുക്കിലേക്ക് നോക്കിയിട്ട് തന്നെ ചോദിച്ചു. ഇല്ലല്ലോ, മിസ് ലീവാ അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഇഷ അടങ്ങിയിരുന്നേ. ഒരവർ ആരുമില്ലെങ്കിൽ അപ്പം ഇറങ്ങിക്കോണം കേട്ടോ. ആ നേരം അവിടെ ഇരുന്ന് പഠിച്ചാൽ മതി അവൾക്ക്. അതില്ല ആദം പറയും. അവൾ വീണ്ടും ചുണ്ടൂർപ്പിച്ചു. അയ്യോ കൂർപ്പിക്കല്ലേ, ഇതിന് മാത്രം എന്തോന്ന് ആ കുഞ്ഞിച്ചുണ്ടിലിരിക്കുന്നു അവൻ കളിയാക്കി. നീ പോടാ അവൾ വിളിക്കേ ആദവളെ നോക്കി. ഡേ എന്ന് വിളിച്ചതും അവൾ നാവ് കടിച്ചു. സോറി ചാ അവൾ പറയെ. അവൻ ചിരിയോടെ തലയാട്ടി. ഇച്ചാ അവൾ വീണ്ടും വിളിക്കേ. അവൻ ബുക്കിൽ നിന്ന് മുഖമുയർത്തി അവളെ നോക്കി. എന്താ ഈശ നിനക്ക് വേണ്ടേ അവൻ ചോദിക്കേ. ഇഷാനി അവനെ നോക്കിയിരുന്നുകൊണ്ട് പറഞ്ഞു. ആദ്യ യുവാനെ അവൾ പറയെ ബുക്കിലേക്ക് നോക്കിക്കൊണ്ട് അവനൊന്ന് മൂളി. എന്ത്? അവൻ പെട്ടെന്ന് ഞെട്ടി ചോദിക്കാൻ അവൾ വിളിച്ചു. ഇച്ച എനിക്ക് ഇച്ചനെ ഇഷ്ടം. പ്ലീസ് എന്നോട് ദേഷ്യപ്പെടരുത്. ഒത്തിരി ഇഷ്ടമായിട്ടാ ഞാൻ സൂര്യനോട് പറഞ്ഞപ്പോൾ ഏട്ടനാ പറഞ്ഞു ഇച്ചനോട് പറഞ്ഞോളാം. അതാ ഞാൻ അവൾ കണ്ണു നിറച്ച് പറയും. ആദം അവൾ നോക്കിയിരുന്നു. കണ്ണു നിറച്ച് പ്രണയം പറയുന്നവളെ അവൻ കൗതുകത്തോടെ നോക്കി. പിന്നീട് എന്തോ ഓർത്ത പോലെ കണ്ണു കൂർപ്പിച്ച് അവൾ നോക്കി. കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്നുകൊണ്ട് അവനൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയതും അവൾ അവൻ പോയ വഴിയും പിന്നീട് ചുറ്റും നോക്കി ചുണ്ടു വിതുമ്പി ഡെസ്കിലേക്ക് കൈവച്ച് തലയാഴ്ച കിടന്നു. ആദം തോളിൽ പിടിച്ചു വിളിക്കെ അവൾ മുഖമുയർത്തി നോക്കി. അവനൊന്ന് ഞെട്ടി. മുഖമാകെ കണ്ണീരാണ്. ഇഷ എന്തിനാ കരയുന്നേ? അയ്യേ കരയിലടി. അവൻ അവൾ അടുത്തിരുന്നു. അവൾ അവനെ നെഞ്ചിലേക്ക് മുഖമമർത്തി കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നോട് മിണ്ടാണ്ട് പോവല്ലേ, വെറുക്കല്ലേ എന്നെ. എനിക്ക് ഇഷ്ടമായോണ്ടാ ഞാൻ പറഞ്ഞേ. അതിന് മിണ്ടാണ്ട് നടക്കല്ലേ ഇച്ച. പ്ലീസ് എനിക്ക് ഇച്ചനോട് മിണ്ടാതെ പറ്റില്ല. അവൾ കരയവേ അവൻ ചിരിച്ചുപോയി. അയ്യേ ഞാൻ നിന്നെ കളിപ്പിച്ചല്ലേ പെണ്ണെ. കറിയാണ് അപ്പോഴേക്കും. നിന്റെ സൂര്യേട്ടൻ അറിഞ്ഞാലേ എൻ്റെ പപ്പും കൂടെയും പറക്കുവടി. അവൻ അവളുടെ മുഖം തുടച്ചു കൊടുത്തു. അപ്പൊ എന്നെ ഇഷ്ടമാണോ അവൾ കണ്ണുവിടർത്തി ചോദിക്കെ. അവൻ വെറുതെ ചിരിച്ചു. അല്ലാലോ അവൻ പറയെ. അവളുടെ മുഖം വാടി. സാരില്ല, ഞാൻ കാത്തിരുന്നോളാം. ನಾನು മിണ്ടാണ്ട് നടക്കല്ലേ. അവൾ അവനെ നോക്കി കണ്ണു ചുരുക്കി പറഞ്ഞു. അവൻ ചിരിച്ചു. ആണോ? നീ കാത്തിരിക്കുമോ? എന്നാ ഞാൻ വേറെ കിട്ടിയാലോ അവൻ ചോദിച്ചു. സാരില്ല, ഞാൻ കാത്തിരിക്കും. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആണോ? എന്നാലേ എനിക്ക് അവളൊരു കുഞ്ഞുണ്ടായാലോ? ആദം അവളുടെ മറുപടി അറിയാൻ വേണ്ടി ചോദിച്ചു. അവളൊന്ന് നിശബ്ദമായി ശേഷം അവനെ നോക്കി. എന്നാലും കാത്തിരിക്കും അവൾ പറഞ്ഞു. എന്നാലേ ഞാൻ മരിച്ചാലോ അവൻ പയ്യെ ചോദിച്ചു. ആ കണ്ണ് നിറഞ്ഞു വരുന്ന ആദം കണ്ടു. ഞാനും മരിക്കും അവൾ പയ്യെ അവൻ്റെ നെഞ്ചിൽ പതുങ്ങി പറയും. ആദം ഒന്നും മിണ്ടാതിരുന്നു. ദേ എനിക്കിഷ്ടം അത്ര തന്നെ. പിന്നെ ഇതിന്റെ പേരിൽ മിണ്ടാണ്ട് നടന്നാലുണ്ടല്ലോ കൊല്ലും ഞാൻ. ഈ ഇഷാനി ദേവ എന്ന് എപ്പോഴും ഈ ആദമിനുള്ളതാ. അതിന് നിങ്ങൾ വേറെ കെട്ടിപ്പോയാലും ശരി, ഈ മനസ്സും ശരീരവും ഞാൻ നിങ്ങൾക്ക് മാത്രമേ തരൂ. അവൾ അവനിൽ നിന്ന് അകന്നുകൊണ്ട് പറയും. ആദം ചിരിച്ചു. പിന്നെ അവൾ പറയും. അവൻ എന്താണെന്ന അർത്ഥത്തിൽ അവളെ നോക്കി. ഇത് പിടിച്ചോ. അവൻ്റെ കവിളിൽ കൈ ചേർത്തുകൊണ്ട് കവിളിലായി അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടി. ദേ അവൻ വിളിച്ചപ്പോഴേക്കും അവൾ തിരിഞ്ഞു നോക്കി. ലവ് യു ചേ പറഞ്ഞതും അവൾ ഓടി മറിഞ്ഞിരുന്നു. ഈ പെണ്ണ് അവൻ സ്വയം തലക്ക് കൂട്ടി ചിരിച്ചു.
കോളേജിൽ എല്ലാവർക്കും ഇഷാനിയെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയായിരുന്നു. എപ്പോഴും ഞങ്ങളുടെ കൂടെ കാണും. ദേവക്ക് ആദമിന് ഇഷ്ടമായിരുന്ന കാര്യം എനിക്കും അവൾക്കും ആദമിന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അവളെപ്പോഴും അവളുടെ ഇഷ്ടം പല രീതിയിൽ പ്രകടിപ്പിക്കും. എങ്കിലും അതൊന്നും പറഞ്ഞിരുന്നില്ല. ഒരിക്കൽ അന്നാണ് ആദ്യമായി ദേവക്ക് നേരെ പ്രശ്നം ഉണ്ടാവുന്നത്. അന്ന് ഉച്ചക്കുള്ള ആർക്കും ഊണുമായി കൊടുത്ത് നീങ്ങിയപ്പോൾ അവിടെ കോളേജിലെ മെയിൻ അലമ്പന്മാരുണ്ടായിരുന്നു. തേജ് പറഞ്ഞുകൊണ്ട് അത് ഓർത്തു. ഹാ, എന്താ മോളെ, അവൾക്ക് മാത്രമേ ഊണ് വാങ്ങിക്കൊടുക്കൂ? ഞങ്ങൾക്കും വിശപ്പുണ്ട്. ഒരുത്തം വഷള ചിരിയോട് അവളോട് പറയും. അവൾ അവനെ നോക്കിക്കൊണ്ട് അവിടുന്ന് പോവാൻ പോയി. ഐ നിക്കണി മോളെ, ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ നീ? അവൻ വീണ്ടും പറയും. അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിലേ നീ ക്യാൻറ്റീനല്ലേത്, പോയി കഴിക്കേ. അവൾ അത്രയും പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കാൻ പോയി. ഇല്ലെങ്കിലോ എൻ്റെ വിശപ്പ് നീ മാറ്റിത്തായോ? അവൻ വഷളൻ ചിരിയോട് അവൾ അടിമുടി നോക്കിയതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. പിന്നെ തിരിഞ്ഞടക്കാൻ പോയതും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അവൾ വിടുവിക്കാൻ നോക്കും മുന്നേ അവൻ തെറിച്ച് വീണിരുന്നു. ഇഷാനി ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. അവിടേക്ക് ദേഷ്യത്തിൽ നടന്നു വരുന്ന തേജിനെ കാണാൻ അവൾ പേടിയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. സൂര്യട്ട് വേണ്ട, അവൾ പറയാൻ വന്നതും അവൾ ആദമിൻ്റെ കയ്യിലേക്ക് തള്ളിക്കൊണ്ട് മുന്നോട്ട് ദേഷ്യത്തിൽ നടന്നു. ഇച്ച പറയിച്ച വേണ്ടത് പറ. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ട് പറയും. അവൾ അടക്കി പിടിച്ച്. അവന് 2 കിട്ടണം. ആദം ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ പറയും. ഇഷാനി കണ്ണു നിറച്ച് തേജിനെ നോക്കി. തേജ് ഭ്രാന്ത് പിടിച്ച പോലെ അവനെ തള്ളിക്കൊണ്ടിരുന്നു. ഇഷാനി ആദമിൻ്റെ കയ്യിൽ നിന്ന് കുതിറിയോടി തേജിനെ വട്ടം പിടിച്ച് അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു. വായേട്ടാ, പ്രശ്നം ഉണ്ടാക്കല്ലേ, വായോ. അവൾ കരഞ്ഞു പറയും. തേജ് നിലത്ത് കിടക്കുന്നവനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് തിരിഞ്ഞടന്നു. നീ ശരിക്ക് കണ്ടോ അതിനെ? അധികം നാളെ നിനക്കവളെ കാണാൻ പറ്റില്ല. അവൻ നിലത്ത് കിടന്നല്ലത്. തേജ് വീണ്ടും അങ്ങോട്ട് നടക്കാൻ പോയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു. നീ ഒന്ന് തൊട്ട് നോക്ക്, പിന്നെ പട്ടടയിൽ വെക്കാൻ നിന്റെ പൊടി പോലും ബാക്കിയുണ്ടാവില്ല. ആദാ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്നു. നിങ്ങൾ ആരാ, ഗുണ്ടയോ? ഒഴിഞ്ഞൊരു മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന തേജിന്റെ മുമ്പിൽ വന്ന് ഇന്ന് കൈതുള്ളുകയാണ് ഇഷാനി. ഗുണ്ടയിൽ ഇഷാനി ഉണ്ട ഉണ്ട, അരുൺ കളിയോടെ പറഞ്ഞു. ദേട്ടാ മിണ്ടാണ്ടിരുന്നോ, അരെ കല്ലെടുത്ത് എറിഞ്ഞാൻ. അവൾ നിലത്തുനിന്ന് കല്ലെടുത്ത് പറയേ. അരുൺ വാവുത്തി. അപ്പോഴേക്കും വന്നേക്കണു തല്ലാനായിട്ട്. അവൾ വീണ്ടും ദേഷ്യത്തിൽ തേജിനെ നോക്കി. അവൻ താഴേക്ക് നോക്കി മിണ്ടാതിരിപ്പാണ്. കൂടെ സപ്പോർട്ടിന് ഒരാളും അവൻ 2 കിട്ടണം പോലും. അല്ല പിന്നെ കഞ്ചാവടിച്ച് നടക്കുന്ന ടീമാ. തിരികെ വല്ലതും ചെയ്താ ഇതിന് പറ്റിയ അതൊക്കെ ആലോചിക്കണ്ടേ? ആവുന്നില്ല, അങ്ങോട്ട് പോവാ, തല്ലുക. അവൾ തേജിന്റെ മേൽ പറ്റിയ മണ്ണ് ഷാൾ കൊണ്ട് തട്ടിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഇഷാനി നീ ഇവിടെ ഇരുന്നേ, കൂളാവ്. അരുൺ അവിടെ കൈ പിടിച്ച് അടുത്തിരുത്തിക്കൊണ്ട് പറയും. അവൾ അവനെ നോക്കി. പിന്നെ മുഖം തിരിച്ച് തേജിനെ ആദമിനെയും മാറി മാറി നോക്കി. അരുൺ അവിടെ തോളിൽ കിടക്കെ ആദം മുഖം തിരിച്ച്. വാ വന്നീച്ച, അടുത്ത സെഷൻ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ആദം എഴുന്നേറ്റ് പറയും. അവൾ അവനെ നോക്കി. അവൻ നീട്ടിയ കയ്യിലേക്ക് കൈവച്ച് അവൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ്. നീ എങ്ങോട്ട് എപ്പോഴും ഇതിനെ മ്യൂസിക് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നേ? അതിനൊരു റെസ്റ്റ് വേണ്ടേ? അരുൺ അവിടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആദമിനോട് ചോദിച്ചു. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ദയവ് ചെല്ല്. തേജ് മുഖമുയർത്തി പറയവേ അവൾ അവൻ്റെ കൂടെ നടന്നു. നീ വരുന്നില്ലേ? തേജിനെ നോക്കി ആദം ചോദിച്ചു. ഞാൻ വരാം, നീ പൊക്കോ. അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പറ്റില്ല ഏട്ടൻ വന്നില്ല, ഞാൻ പാടില്ല. അവൾ മുഖമേറ്റി പിടിച്ച് പറയെ. തേജ് ചിരിയോടെ എഴുന്നേറ്റ് അവളുടെ കയ്യിൽ പിടിച്ച് തേജിൻ്റെയും ആദമിൻ്റെയും കൈയും പിടിച്ച് അവൾ മുന്നോട്ട് നടന്നു. ക്യാമ്പസിൻ്റെ മറ്റൊരു ഭാഗത്ത് നിറയെ പുല്ലും കൽബെഞ്ചുകളുമായിരുന്നു. അവിടെ ഒരു ഒഴിഞ്ഞ മൂലക്കവർ പോയിരുന്നു. ഏട്ടാ എനിക്കൊരു ഐസ്ക്രീം വേണം, അവൾ തേജിനോട് പറഞ്ഞു. പിന്നെ കോമ്പറ്റീഷൻ ഉള്ളതാ, സൗണ്ട് പോവും, അതൊന്നും വേണ്ട. ആദം പറയും. അവൾ അവനെ നോക്കി മുഖം ചുളിച്ചു. നീ ഒന്ന് പോടാ, ഒരെണ്ണം തിന്നെന്ന് വെച്ചൊന്നും പറ്റാനൊന്നും പോകുന്നില്ല. എൻ്റെ മോൾക്ക് ഏട്ടൻ വാങ്ങി തരാം കേട്ടോ, ഇവിടെ ഇരിക്കേ. തേജ് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നടന്നു. അവരിരുവരും അവൻ പോകുന്നത് നോക്കിയിരുന്നു. അവൻ ജെന്നിയെപ്പോലും ഇത്ര കണ്ട് സ്നേഹിച്ച് കാണില്ല. ആദം അവളോടെന്ന പോലെ പറഞ്ഞു. പകരമായി അവളൊന്ന് പുഞ്ചിരിച്ചു. നിങ്ങളോ? അവൾ ചോദിക്കെ. ആദം പുരികം ചുളിച്ച് അവളെ നോക്കി. അല്ല, എന്നെപ്പോലെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? അവൾ പുരികമുയർത്തി ചോദിക്കുക. അവൻ ചിരിച്ചു. അതിന് നിന്നെ ആരും സ്നേഹിക്കുന്നു? അവൻ പറയാൻ അവൾ മുഖം തിരിച്ചു. ഇനി അതിന് കറിയാൻ നിൽക്കണ്ട. ആദം പറഞ്ഞതും അവൾ അവനെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് ഫോണെടുത്ത് ക്യാമറ ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ചെറപറ ആദമിൻ്റെ ഒപ്പം അവൾ സെൽഫി എടുത്ത് കുറേ അവൻ്റെ ഫോട്ടോയും എടുത്തു. അവളുടെ കാട്ടിക്കൂട്ടൽ കൊണ്ട് അവൻ ചിരിയോടെ ഇരുന്നു. ഇതൊരെണ്ണ എനിക്ക് വേണം, അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ താടിയിൽ പിടിച്ച് കവിളിൽ അമർത്തി ഉമ്മ വെച്ചതിനൊപ്പം ക്യാമറ ക്ലിക്ക് ചെയ്തു. ആദം കവിൾ തുടച്ചും അവൾ കൂർപ്പിച്ച് നോക്കി. ദേ അടിയിട്ടുവേ, കൂടുന്നുണ്ട് നിന്റെ ഉമ്മവെപ്പ്, അവൻ കണ്ണു കൂർപ്പിച്ച് പറഞ്ഞു. പോ, എനിക്കിഷ്ടം കൊണ്ടാ, പിന്നെ എന്നെ തല്ലണ്ട, ഞാനേ സൂര്യതേജിൻ്റെ പെങ്ങളാ, അവൾ കെറുവോടെ പറയും. അവൻ ഓഹോ എന്ന മട്ടിൽ അവളെ നോക്കി. അവൻ ഈ കോളേജിൽ ആകെ അടിക്കാത്ത എന്നെ മാത്രം അറിയോ നിനക്ക്?
ബാക്കി എല്ലാ ആൺപിള്ളേരും അവൻ്റെ നിന്ന് കണക്കിന് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, നമ്മുടെ അരുണ് പോലും. അവൻ പറയും. അവൾ അവൻ നോക്കി ചുണ്ടുകൂട്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എന്നെ തല്ലണ്ടാന്ന്. അപ്പം അതും പൂർത്തിയാവും കേട്ടോടാ. അവൾ പറയും. അവൻ അവളുടെ ചെവിയിൽ പിടിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അപ്പോഴേക്കും തേജ് ഐസ്ക്രീമുമായി വന്നിരുന്നു. അവർ 3 പേരും ഒന്നിച്ചിരുന്ന് കഴിച്ചു. അവൾ അവരോടൊപ്പം ഇരുന്ന് ഫോട്ടോയും എടുത്തു. കുഞ്ഞ ഒരു പാട്ട് പാട്, തേജ് അവളോട് പറയും. അവൾ ചിരിച്ചു. അവളുടെ ആ ശബ്ദത്തിൽ ലയിച്ച് ഇരുവരും ഇരുന്നു പോയി. 2 പേരും ഫോണിൽ അവളുടെ പാട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പാടിക്കഴിഞ്ഞതും അവിടെ കണ്ണു നിറഞ്ഞു. എന്തിനാ കുഞ്ഞ കരയണേ? തേജ് പകപ്പോടെ ചോദിച്ചു. ഏയ് എനിക്ക് ഈ പാട്ടേട്ട് എന്തോ സങ്കടം വരും. അവൾ പറയും. താജ് അവളെ നോക്കി പുഞ്ചിരിച്ച് തലയിൽ തലോടി. അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് ആദമിനെ നോക്കി. എന്താടി? അവൻ പയ്യെ ചുണ്ട് മാത്രം അനക്കി ചോദിക്കേ. അവൾ ബെഞ്ചിലിരുന്നിരുന്ന അവളുടെ കൈ അവൻ്റെ കൈയുമായി കോർത്ത് പിടിച്ചു. അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ കയ്യിൽ പിടിമുറുക്കി. മതി, നിർത്ത്, ഇത്രയും മതി, കണ്ടതും കേട്ടതും. ഞാനൊരു കാര്യം പറയാം, അവളിപ്പോൾ എവിടെയാണെങ്കിലും പറഞ്ഞേര് എൻ്റെ ലൈഫിലേക്ക് വരരുതെന്ന്, കണ്ടു പോരെന്ന് പറഞ്ഞോ. ജനനി അസ്വസ്ഥതയോടെ ചീറി. തേജ് വേദനയോടെ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. നീ പേടിക്കേണ്ട ജന്നി, അവള് വരില്ല. അവൻ പറയും. അവൾ പുരികം ചൊളിച്ച് അവനെ നോക്കി. നിങ്ങൾക്കെന്താ ഇത്ര ഉറപ്പ് അവൾ വരില്ലെന്ന്? അവനോട് അവൾ ദേഷ്യത്തോട് ചോദിച്ചു. ബിക്കോസ് ഷീ ഈസ് നോ മോർ. തേജിന്റെ സങ്കടം കടിച്ചമർത്തി പറഞ്ഞ വാക്കുകൾ കേട്ട് അവളിൽ ഞെട്ടലുണ്ടായി. വാട്ട്? അവൾ ചോദിച്ചു പോയി. അതേ ജന്നി, എൻ്റെ കുഞ്ഞിന് ജീവനോടെ ഇല്ല. നെഞ്ചിലൊരു ആശ്വാസം നിറയുന്ന ജനനി അറിഞ്ഞു. എന്നാൽ ആദം മുഷ്ടിയുരുട്ടി കണ്ണിറുക്കി അടച്ച് സങ്കടം കൊണ്ട് അവൻ്റെ നെഞ്ച് നേറി. തേജിന് നെഞ്ചിലൊരു നീറ്റൽ പോലെ തോന്നി. അവളുടെ ചിരി, സൂര്യേട്ട എന്നുള്ള വിളി കാതിൽ അലയടിക്കും പോലെ തോന്നി. ജനനി അവരെ മാറി മാറി നോക്കി. അവൾക്ക് എന്ത് സംഭവിച്ചെന്നറിയാൻ അവളുടെ ഉള്ളിലൊരു ആകാംക്ഷ നിറഞ്ഞു. അവൾക്ക് എന്ത് സംഭവിച്ചു? അവൾ തേജിനോട് ചോദിച്ചു. തേജൊന്നും മിണ്ടിയില്ല. അവൻ ആ ദിവസങ്ങളുടെ ഓർമ്മയിലായിരുന്നു. അതെ, പോയി വരുമ്പോൾ എന്നെക്കൊണ്ടുവരിക? ഇഷാനി തേജിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ കുഞ്ഞ, നീ എന്തു പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരും. ആ ട്രിപ്പ് പോണ സ്ഥലത്തുള്ള എന്തു. അവൻ ചിരിയോടെ പറയാൻ അവളും ചിരിച്ചു. എന്നാലേ ഈ പേട്ടയുടെ മനസ്സ് മാറ്റിക്കൊണ്ട് തരുമോ? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇനി തിരികെ സ്നേഹിക്കാൻ പാത്തിന് ആക്കിക്കൊണ്ടിരുമോ? അവൾ ചിരി കടിച്ചു പിടിച്ച് ആദമിനെ നോക്കിക്കൊണ്ട് തേജിനോട് പറയും. അവൻ പൊട്ടിച്ചിരിച്ചു. ഓല്ലോ, കൊണ്ടുവരാം, അത് ഏട്ടനേറ്റ്. എൻ്റെ പൊന്ന് റെഡിയായിരുന്നോ? നമുക്ക് നമ്മുടെ ആദംകുട്ടിനെ റോമിയാക്കി എടുക്കാം. അവൻ അവൾക്ക് ഹൈഫൈ കൊടുക്കേ. ആദം അവളെ നോക്കി ചിരിച്ചു. ദാ വായു, കേറ്, വണ്ടി എടുക്കാൻ പോവാ. മറ്റൊരു വന്ന് പറയും. തേജ് അവളെ നോക്കി. പോയിട്ട് വരാം കുഞ്ഞ്, ഹാപ്പിയായിട്ട് ഇരിക്കണേ. ഏട്ടൻ വിളിക്കാമേ. 2 ദിവസത്തെ ട്രിപ്പല്ലേ, പെട്ടെന്ന് വരും. വന്നിട്ട് നമുക്ക് വേറെ ട്രിപ്പ് പോവാം. അവൻ പറയുന്നുണ്ടെങ്കിലും അവിടെ അവൻ്റെയും കണ്ണ് നിറഞ്ഞു. അയ്യേ, നല്ല കുട്ടിയല്ലേ, കണ്ണ് നിറക്കില്ല. തേജ് പറഞ്ഞ അവിടെ കവളിൽ തട്ടി. പിന്നീട് എന്തോ ഓർത്ത പോലെ തിരിഞ്ഞു ചെന്ന് ആ നെറ്റിയിൽ വാത്സല്യത്തോടെ അമർത്തി ചുംബിച്ചു. പോയിട്ട് വരാ കുഞ്ഞ. അവൻ പറഞ്ഞതും അവൾ അവൻ്റെ കവളിൽ ഉമ്മ കൊടുത്തു. തേജ് കണ്ണ് തുടച്ച് വണ്ടിയിലേക്ക് കയറി. ആദമിൻ്റെ കൈ പിടിച്ച് അവൾ അവനെ നോക്കി നിന്നു. കണ്ണ് നിറയുന്നുണ്ട്. പോട്ടെ? അവൻ ആർദ്രമായി ചോദിച്ചു. സങ്കടം കടിച്ചമർത്തി അവൾ മൂളി. എനിക്കില്ലേ? അവൻ ചോദിക്കേ. അവൾ വിടർന്ന കണ്ണോടെ അവനെ നോക്കിക്കൊണ്ട് പെരുവിരലിൽ പൊങ്ങി അവൻ്റെ നെറ്റിയിലും കവിളിലും കണ്ണിലും മൂക്കിലുമെല്ലാം ചുണ്ടമർത്തി. ആദം അവളെ താങ്ങി ചുറ്റിപ്പിടിച്ചു. അവൻ്റെയും കണ്ണ് നിറഞ്ഞിരുന്നു. അവൾ നേർമയോടെ അവൻ്റെ ചുണ്ടിലൊന്നും മുത്തി അടർന്നു. പോയിട്ട് വരാം. അവൻ അവിടെ നെറ്റിയിൽ അമർത്തി ഉമ്മയിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറി. അകന്നു പോകാൻ തോന്നുന്നേ ഇല്ലായിരുന്നു അവന്. അവൾ അവർക്ക് നേരെ കൈവീശി കണ്ണീരോടെ പുഞ്ചിരിച്ചു. എന്നിട്ടെന്തുണ്ടായേ? വല്ലാത്തൊരു പേടിയും നെഞ്ചിരിപ്പും നിറയുന്നത് ജനനി അറിഞ്ഞു. ഞങ്ങൾ ആ ട്രിപ്പ് നല്ലപോലെ ആസ്വദിച്ചു. എങ്ങനെയെങ്കിലും ദേവിയുടെ അടുത്തെത്തിയാൽ മതിയായിരുന്നു എന്നായിരുന്നു ഞങ്ങൾക്ക്. കാത്തിരുന്നു. 5 ദിവസത്തെ ടൂറും കഴിഞ്ഞ് കോളേജിലേക്ക് തന്നെ മടങ്ങി. ഞങ്ങളുടെ ബസ് ഗേറ്റ് അടഞ്ഞ് ചെന്നപ്പോൾ അവിടെ നിറയെ ആളുകളാണ്, നിറയെ വണ്ടി, പോലീസ്. അവൻ്റെ വാക്കുകളിലൂടെ അവൾ ആ കാഴ്ച കണ്ടു. അവരുടെ വാഹനം കോളേജ് ഗേറ്റ് എത്തിയതും അവിടെ തന്നെ നിർത്തി. കുട്ടികളെല്ലാം പകപ്പോടെ വണ്ടിയിൽ നിന്നിറങ്ങി മുന്നോട്ട് നടന്നു. എന്താണ് പ്രശ്നം? തേജ് വണ്ടിയിൽ നിന്നിറങ്ങിക്കൊണ്ട് ആദമിനോട് ചോദിച്ചു. അറിയില്ല, വാ നോക്കാം. ചുറ്റിലുമുള്ളവരെ നോക്കിക്കൊണ്ട് അവർ മുന്നോട്ട് നടന്നു. പ്രിയ മുന്നോട്ട് വേഗം നടന്നിരുന്നു. അവൾക്ക് പുറകെ അവരും. കോറിഡോറും കടന്ന ആളുകൾ കൂടിയ ഭാഗത്തേക്ക് നടക്കുമ്പോൾ നെഞ്ചിരിപ്പ് ഉയരുന്നവരറിഞ്ഞു.
പ്രിയയുടെ അലറിയുള്ള പേടിച്ചരന്റെ വിളി കേട്ട് തേജ് ആളുകളെ തള്ളി മാറ്റി. കൂടെ ആദം. അവർ മുന്നോട്ട് നടന്നു. മുന്നിലുള്ള കാഴ്ച കണ്ട് നടുങ്ങി നിന്നു. ഒഴിഞ്ഞ ക്ലാസ് റൂമിനുള്ളിൽ ചോരയിൽ കുളിച്ച് നഗ്നയായി കിടക്കുന്ന ഇഷ. ആദം അലറി കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി. അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. മുഖത്തായി പല്ലിന്റെ പാടും അടികൊണ്ട പാടും പൊട്ടിയതുമെല്ലാം കണ്ടവൻ നടുങ്ങി. അശ്വതി കരഞ്ഞുകൊണ്ട് തൻ്റെ ഷാളൂരി അവളുടെ മേലേക്കിട്ടതും ആദം അതുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു. ഒരു കുഞ്ഞിനെ പോലെ അവൻ അവളെ നെഞ്ചിലേക്ക് ഒതുക്കി. ഇഷാനി പാതി കണ്ണ് വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി. ആദമിനെ കണ്ടതും അവൾ ഭ്രാന്തിയെപ്പോലെ അലറിക്കരഞ്ഞു. ആദം അവൾ അടക്കി പിടിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവനും കരഞ്ഞുപോയി. തേജ് മരവിപ്പോടെ അവളുടെ അടുത്ത് വന്നിരുന്നു. തേജിനെ നോക്കാനാവാതെ ഇഷാനി ആദമിൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിയിരുന്ന് കരഞ്ഞു. തേജും ആദമും കൂടി അവളെ പൊതിഞ്ഞു പിടിച്ച് അലറിക്കരഞ്ഞുപോയി. അപ്പോഴേക്കും പോലീസ് വന്നു ബാക്കി കുട്ടികൾ അവിടെ നിന്ന് അകറ്റി. തേജ് വിറയിലോടെ അവിടെ പടർന്ന ചോരയിലേക്ക് നോക്കി. ആദം അവളുടെ മുഖത്താകെ ഉമ്മ വെച്ചു. ഇഷ മോളെ നോക്ക് നോക്ക്, ഞാൻ ടീച്ചറാ. അടഞ്ഞു പോകുന്ന അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പേടിയോടെ ആദം വിളിച്ചു. കുഞ്ഞ മോളെ കണ്ണോർക്കട, എന്റെ കുഞ്ഞിനൊന്നില്ല. തേജ് പേടിയോടെ കരഞ്ഞുകൊണ്ട് വിളിച്ചു. എന്നെ അവര് വേദനിച്ചു ഏട്ടാ എന്നെ. അവളുടെ ശബ്ദം മുറിഞ്ഞു മുറിഞ്ഞു പോയി. ആദം ചുണ്ടുള്ളിലേക്ക് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. തേജ് കരഞ്ഞുകൊണ്ട് കണ്ണു തുടച്ചു. ഈച്ച, ഞാൻ വാക്ക് തെറ്റി. ഈച്ചന് മാത്രം പറഞ്ഞളിച്ച അവര് കേട്ട് ഈച്ച. അവൾ സങ്കടത്തോടെ പറഞ്ഞു അലറിക്കരഞ്ഞു. പ്രിയയും അശ്വതിയും ആ കാഴ്ച കാണാൻ കഴിയാതെ കണ്ണിറുക്കി അടച്ച് കരഞ്ഞു. നീ എന്താ ഈശ, എന്റെ മാത്രം. ആദം പറഞ്ഞുകൊണ്ട് അവൾ അടക്കി പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ കത്തി കുത്തിയിറങ്ങും പോലെ വേദന നിറഞ്ഞു. അരുണേട്ടൻ ചതിച്ചതാ ഏട്ടാ. അവളുടെ വാക്ക് കേട്ട് അവിടെ നിന്നവർ തറഞ്ഞുപോയി. ഇനി ഇതിന്റെ പേരിൽ അടിക്ക് പോവല്ലേ ഏട്ടാ. ഞാൻ പോവാ ഇച്ചേ ഏട്ടാ, ഞാൻ പോവാ. ഇടിച്ചേ ഒറ്റക്കാകൽ. ഇഷാനിയുടെ വാക്കുകൾ പയ്യെ നിലച്ചു. അവൾ കണ്ണു നിറച്ച് ആദമിനെയും തേജിനെയും നോക്കി അവരുടെ കൈയെടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കരഞ്ഞു. I love you, Isha. I love you so much. അവസാനമായി അവൻ്റെ വാക്കുകൾക്ക് അവളൊന്ന് പുഞ്ചിരിച്ചു. ആ കണ്ണിലെ കണ്ണുനീര് പോലും തിളങ്ങും പോലെ അത്രയും മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് തേജിനെ നോക്കി. അവൻ പൊട്ടിക്കരഞ്ഞതും അവനൊരിക്കൽ കൂടെ അവരെ നോക്കി. ആദമിന്റെ നെഞ്ചിലേക്ക് തളർന്നു വീണു. ആദം നെഞ്ചു പൊട്ടുമാർ ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് ആർത്ത് കരഞ്ഞു. തേജ് നിറഞ്ഞൊഴുകുന്ന കണ്ണ് തുടച്ച് ജനനി ഇരുന്നിടത്തുനിന്ന് അനങ്ങാനാവാതെ ഇരുന്നു പോയി. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകിയിറങ്ങിയതും അവളെ തുടക്കാൻ പോലും ആവാതെ ആദമിനെ നോക്കി. കണ്ണ് തുറന്ന് സീലിങ്ങിലേക്ക് നോക്കിയിരിക്കുകയാണ്. ആ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടേക്ക് പോയില്ല. എക്സാം എഴുതാൻ പോലും പോയില്ല. ദേവയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. 5 പേരോളുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിന് കൂടെ അവനും. അരുൺ, അവനവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾക്ക് ആദ്യം ഇഷ്ടമുള്ള കാര്യം എങ്ങനെയോ അറിഞ്ഞു. അന്ന് തൊട്ടേ ദേഷ്യവും വാശിയും ഉണ്ടായിരുന്നു അവൻ്റെ ഉള്ളിൽ. അവനാ കുരുതി കൊടുത്ത് എൻ്റെ മോളെ അന്ന് ആ കോളേജിലേക്ക് പോയിരുന്നു അവന്മാരെ കാണാൻ. കേസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ലെന്നറിയാം. ഇറങ്ങിപ്പോരും അവർ. അതുകൊണ്ട് തന്നെ അതിന് നിന്നില്ല. അനുഭവിപ്പിച്ചു, ഇഞ്ചിഞ്ചായിട്ട് തന്നെ. ഇന്നും മരണത്തെ ആഗ്രഹിച്ച് കിടപ്പുണ്ടാവും. അങ്ങനെയൊന്നും മരിക്കില്ല. അനുഭവിച്ച മരിക്കവനൊക്കെ അത്രയും വേദന എൻ്റെ കുഞ്ഞ് തിന്നിട്ടുണ്ട്. തേജ് ഉയർന്ന കിതപ്പോടെ പറഞ്ഞു നിർത്തി. ജനനി നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു നീക്കി. അവൾ നീങ്ങിപ്പോയി. ജനനി, വെറുതെ പോലും അവളെ നീ തെറ്റിദ്ധരിക്കരുത്. കാരണം നീ ഇന്ന് ജീവനോടെ നിൽക്കുന്ന പോലും അവൾ കാരണമാണ്. തേജ് പറയും. ജനനി മനസ്സിലാവാതെ നോക്കി. ഒരിക്കൽ നീ നാട്ടിൽ വന്നപ്പോൾ നിനക്ക് ആക്സിഡൻറ്റ് നടന്നില്ലേ? ദേവന്ന ആദമിൻ്റെ നെഞ്ചിലേക്ക് തളർന്നു വീണതായിരുന്നു. മരിച്ചിരുന്നില്ല. ഒരാഴ്ചയോളം ICUവിൽ കിടന്നു. അന്നൊക്കെ ഞാനും അവൻ അവിടെ തന്നെ ആയിരുന്നു. അവളുടെ ബോഡി അത്രയും തകർന്നിരുന്നു. അപ്പോഴാ പപ്പ വിളിച്ച് നിൻ്റെ കാര്യം പറയുന്നത്. അവർ ഈ ന്യൂസ് അറിഞ്ഞ് ഇങ്ങോട്ട് നിന്നെ കൊണ്ട് ഷിഫ്റ്റ് ചെയ്തു. പപ്പയുടെ ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തു. എങ്കിലും അവളുടെ അമ്മയും അച്ഛനൊക്കെ സമ്മതിച്ചു.
അവളൊരിക്കലും ആ കോമ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് വരില്ലെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആക്സിഡന്റ് പറ്റി പാതി മരിച്ച നിനക്ക് അവളുടെ ഹാർട്ട് മാറ്റിവെച്ചു. നീ ഇന്ന് ജീവിക്കുന്ന പോലും അവിടെ തുടിപ്പ് കൊണ്ടാ. ആ ഒരു കാരണം കൊണ്ട് മാത്രമാ ഇവൻ നിന്നെ കെട്ടിയതും. തേജ് തുറന്നു പറയും. ജനനിയുടെ കൈ അറിയാതെ നെഞ്ചിലേക്ക് നീണ്ടു. അവളൊന്ന് അവിടെ തൊട്ടു. ഉള്ളാകെ തണുപ്പ് പോലെ തോന്നിയവൾക്ക്, എൻ്റെ കുഞ്ഞൊരിക്കലും മരിച്ചിട്ടില്ല, നിന്നിലൂടെ ജീവിക്കുന്നുണ്ട് അവൾ. അവൾക്കൊരിക്കലും എന്നെ അവിടെ പ്രണയത്തെയും വിട്ട് പോകാൻ പറ്റില്ല. അവളെ വെറുക്കില്ലേ ജന്നി. തേജ് കണ്ണുനീർ തുടച്ചുകൊണ്ട് പറയും. അവൾ കരഞ്ഞുകൊണ്ട് ഇരുവശത്തേക്കും തലയാട്ടി. സോറി ഏട്ടാ, ഞാൻ അറിയാതെ എന്തൊക്കെയോ സോറി. അവൾ വാക്കുകൾ കിട്ടാതെ ഉഴറി. വേണ്ട, നിന്നിൽ നിന്നെല്ലാം മറച്ചു വെച്ച് ഞങ്ങൾ ചെയ്ത തെറ്റ്. നീ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ആദമിനെ വെറുക്കരുത്. അതുമാത്രം ഇഷാനി സഹിക്കില്ല. നീ ഈ ഹൃദയം വെച്ചവന് ഇതിൻ്റെ പേരിൽ വെറുത്ത അവൾ ആ നിമിഷം ഈ തുടിപ്പ് അവസാനിപ്പിക്കും. തേജ് പറയവേ ജനനി കരഞ്ഞുകൊണ്ട് ഇല്ലെന്ന് തലയാട്ടി. തേജ് കണ്ണു തുടച്ചുകൊണ്ട് ആദമിൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ്റെ തോളിൽ കൈവച്ചു. ഒരു താങ്ങിട്ടിയ പോലെ അവൻ തേജിൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തിയിരുന്നു. ജനനി വന്ന് ഇരുവരുടെ അടുത്ത് നിന്നു. തേജിൻ്റെ നെഞ്ചിലേക്ക് ചാരി. അവനൊന്ന് കണ്ണടച്ചു. നെഞ്ചിലൊരു സങ്കടം. ഇഷാനി കണ്ണു നിറച്ച് നോക്കി നിൽക്കുമ്പോൾ ഒരു തോന്നൽ. ജനനി ആദമിനെ വിളിക്കാൻ വന്നു. അവൻ തടഞ്ഞു. വേണ്ട ജന്നി, അങ്ങനെ വിളിക്കരുത്. നിന്നോട് ഇഷ്ടക്കേടുണ്ടായിട്ടല്ല. നിന്നിൽ ഞാൻ അവളെ കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവൾ വിളിച്ച പോലെ വിളിക്കരുത്. അവളുടെ അവസ്ഥ മറ്റാർക്കും വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് ഞാൻ നിൻ്റെ പ്രണയമായിരുന്നു. ശരി, സമ്മതിച്ചു. അത് നിനക്ക് ലഭിക്കുകയും ചെയ്തു. പക്ഷേ എൻ്റെ ഈശ, അവൾ കുറെ കൊതിച്ചത്. അവൻ വാക്കിട്ടാതെ വിക്കി കരഞ്ഞു പോയതും തേജ് അവനെ ചേർത്ത് പിടിച്ചു. ജനനിയുടെ ഉള്ളിൽ ഇഷാനിയെ ഓർക്കുന്നതോറും സങ്കടം തോന്നി. അവൾ മോളെ നോക്കി. മോളിപ്പോഴും ആ ഫോട്ടോ നോക്കി ഇരിപ്പാണ്. അവൾ മോളുടെ അടുത്ത് നിന്നിരുന്നു. നോക്കും അമ്മ, എന്തൊരു രസാലി ആൻറ്റിയെ കാണാൻ. ഇഷമോള് ജനനി ആ ഫോട്ടോ കാണിച്ച് ചോദിച്ചു. ജനനി അത് കയ്യിലേക്ക് വാങ്ങി നോക്കി. അവളുടെ കണ്ണു നിറഞ്ഞു. ഇഷാനിയെക്കുറിച്ച് അറിഞ്ഞ ശേഷം ഈ ചിരി കാണുമ്പോൾ നെഞ്ചിലൊരു നീറ്റൽ പോലെ. ആൻറ്റി അല്ല കേട്ടോ, ജനനി മോളെ നോക്കി പറഞ്ഞു. പിന്നെ അവൾ ചോദിക്കേ. ജനനി തേജിനെ ആദമിനെ മാറി മാറി നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. അമ്മ, അത് മതി. ജനനി അങ്ങനെ പറയവേ ആദമിൻ്റെ നെഞ്ചൊന്ന് ഇഷാനിയെ ഓർത്ത് പിടഞ്ഞു. അവൻ കുഞ്ഞിനെ നോക്കി. തേജ് നിറഞ്ഞു വന്ന സങ്കടം അടക്കി പിടിച്ചു. മോളുടെ അമ്മ ഇതല്ലേ? ഈശക്കുട്ടി ജനനിയെ തൊട്ടുകൊണ്ട് ചോദിച്ചു. അതേലോ, ഞാനും അമ്മയാ, ഇതും അമ്മയാ. മോളെന്നെ മമ്മ എന്നല്ലേ വിളിക്കുന്നേ? അപ്പം ഇവരെ അമ്മാന്ന് വിളിക്കൂട്ടോ. പാവല്ലേ അമ്മ? ജനനി മോളെ കൊഞ്ചിച്ചുകൊണ്ട് പറയും. ഇഷക്കുട്ടി തലയാട്ടി. അമ്മയുടെ പേരെന്തോ മമ്മ? മോളുടെ പേരാ ഇഷാനി. ഇഷാനി ദേവ. ജനനി പറയും. ഈശ കണ്ണു വിടർത്തിക്കൊണ്ട് ആ ഫോട്ടോയിലേക്ക് നോക്കി. രാത്രി ഉറങ്ങാതെ ഇരുന്ന ആദം അടുത്ത് കിടക്കുന്ന മോളെയും അവിടെ അപ്പുറം കിടക്കുന്ന ജന്നിയെയും നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണി ഡോർ അടച്ചവൻ അല്പം നീങ്ങി നിന്നു. തെളിഞ്ഞ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന ഒരു കുഞ്ഞു നക്ഷത്രത്തെ അവൻ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. ഒരു കാറ്റവനെ വന്ന് പൊതിഞ്ഞു പോയി. ഇഷ. അവൻ പയ്യെ വിളിക്കേ ഈച്ച എന്നൊരു ശബ്ദം എവിടുന്നോ അവൻ്റെ കാതിൽ പതിഞ്ഞു. ആദം കണ്ണടച്ചു നിന്നു. അവൻ കൈകൾ ചുരുട്ടി പിടിച്ച് ആകാശത്തേക്ക് മുഖം ഉയർത്തിപ്പിടിച്ചു. ഈശാനിയുടെ ചുണ്ടുകൾ നെറ്റിയിൽ പതിയും പോലെ തോന്നവേ അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. അവൾ ആകാശത്തേക്കകന്ന് ഒരു പുകമറ പോലെ പോകുന്നു അവൻ നോക്കി നിന്നു. അവൻ്റെ കണ്ണ് നിറഞ്ഞു. ചുണ്ട് വിതുമ്പിപ്പോയി. അടുത്ത ബാൽക്കണിയിൽ നിന്നും തേജ് ഇത് കാണുന്നുണ്ടായിരുന്നു. പാവമാണ് ആദം. ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ്റെ ഉള്ളിൽ ഇടം പിടിച്ചവളാണ് ഇഷാനി. അവൻ്റെ മാത്രം ഇഷ. മനസ്സിലുള്ള പ്രണയം തുറന്നു പറയും മുന്നേ നഷ്ടപ്പെട്ടു പോയി. ജനനിയെ സ്വീകരിച്ചതുപോലും അവളുടെ നെഞ്ചിടിപ്പ് കൂടെയുള്ളതുകൊണ്ടാണ്. അത്രയും ഭ്രാന്താണ് ആദമിനിഷ. അവളെ പ്രണയിക്കുന്ന പോലെയോ സ്നേഹിക്കുന്ന പോലെയോ അവന് ജനനിയെ എന്നല്ല അവൻ്റെ കുഞ്ഞിനെ പോലും സ്നേഹിക്കാൻ കഴിയില്ല. തനിക്കോ? തനിക്ക് കഴിയും? ഇല്ല, ഒരിക്കലുമില്ല. ഇഷാനിയെ സ്നേഹിച്ച പോലെ ആരെയും മരണം വരെ സ്നേഹിക്കാൻ കഴിയില്ല. തേജ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ ചെയറിലിരുന്നു. ഫോണിൽ അവർ മൂന്നാൾ ഒന്നിച്ചുള്ള ഫോട്ടോ നോക്കിയിരുന്നു. ഒരു ഇളം കാറ്റിൻ്റെ കൂടെ തൊട്ടടുത്ത ബാൽക്കണിയിൽ നിന്ന് ആദമിൻ്റെ ഫോണിൽ നിന്ന് അവളുടെ ശബ്ദം ഒഴുകുന്നുണ്ടായിരുന്നു.